ഇന്നലെ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ 2 പേർ കോട്ടയം സ്വദേശികളാണ്. ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ ശ്രീഹരി പ്രദീപ്, അതോടൊപ്പം തന്നെ പാമ്പാടി സ്വദേശി സ്റ്റെഫൻ എബ്രഹാം സാബു എന്നിവരാണ് കോട്ടയം ജില്ലയിൽ മരിച്ച 2 പേർ. ഇതിൽ സ്റ്റെഫൻ പുതുതായി പണി കഴിപ്പിക്കുന്ന വീടിന് മുന്നിൽ നിന്ന് സനോജ് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ കോട്ടയം പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെബിൻ എബ്രഹാമിന്റെ മരണവാർത്ത കേട്ട് ഞെട്ടലോടെയാണ് വീട്ടുകാരും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ. അതിദാരുണമായ ഒരു സംഭവത്തിൽ സ്റ്റെഫിൻ്റെ വലിയ പ്രതീക്ഷ നിറഞ്ഞ ഒരു ജീവിതമാണ് നിലച്ചുപോയത്. പ്രത്യേകിച്ച് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടിയുള്ള പ്രതീക്ഷകളുമായിട്ടായിരുന്നു വിദേശത്തേക്ക് യാത്രയായത്. കോട്ടയത്തെ പാമ്പാടി RIT എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിരുദധാരിയായതിനു ശേഷമാണ് അദ്ദേഹം ജോലി തേടി കുവൈറ്റിലെത്തുന്നത്. കഴിഞ്ഞ 6 വർഷക്കാലമായി കുവൈറ്റിലായിരുന്നു. ഒപ്പം തന്നെ പുതിയ വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കാനുള്ള നടപടികൾ, ഒപ്പം തന്നെ വിവാഹ ജീവിതമെന്ന മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ദുരന്തം സ്റ്റെഫിൻ്റെ ജീവൻ കവർന്നെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റെഫിൻ്റെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിന് മുന്നിലാണ് ഞാനുള്ളത്. ആ വീടിൻ്റെ ഉടമസ്ഥൻ കൂടിയായിട്ടുള്ള ആൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ കുടുംബത്തെ ദീർഘകാലമായി അറിയാമായിരുന്നു. 13 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കുന്നതാണ്. വളരെ നല്ല പിള്ളേരായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പിള്ളേരുടെ ഫാദറിന് മേലാതിരിക്കുകയാണ്. ഇവൻ്റെ നേരെയുള്ള ബ്രദർ കുവൈറ്റിൽ തന്നെയുണ്ട്. ഇളയ അനിയൻ ഇവിടെ രാഷ്ട്രപതിയുടെ അവാർഡൊക്കെ കിട്ടി PhD എടുക്കാൻ ഇവിടെ ഇസ്രയേലിന് പോയിരിക്കുകയാണ്. അവനിപ്പോൾ ഇന്ന് തന്നെ വരുന്നുണ്ട്. പിള്ളേരെല്ലാം നല്ല പിള്ളേരായിരുന്നു, ഒരു കുഴപ്പമില്ല. വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം വളരെ പ്രിയങ്കരനായിരുന്നു. ഇന്നലെ തലേദിവസം വരെ ഈ വീടിൻ്റെ പ്രോഗ്രസ് വിളിച്ച് ചോദിച്ചപ്പോഴപ്പോൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ്. പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രസ്സും പണി നടന്നുകൊണ്ടിരിക്കുക. പെയിൻറ്റിങ് അവസാന ഘട്ടത്തിലാണ്. പെയിൻറ്റിങ്ങും അപ്പോൾ 6 മാസം മുമ്പ് വന്നായിരുന്നു. അതിൻ്റെ ടൈലും ഒക്കെ സെലക്ട് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ വന്ന് കാര്യങ്ങളെല്ലാം വീടെല്ലാം വളരെ വേണ്ട രീതിയിൽ അന്വേഷിക്കുകയും വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. ജീവിതത്തിലെ ഒരു ഘട്ടം കഴിഞ്ഞ് പുതിയ വീട്, പുതിയ ജീവിതം, അതായത് വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇവിടെ വന്നിട്ട് കയറി താമസം കഴിഞ്ഞിട്ട് കല്യാണം നടത്തണമെന്നുള്ള രീതിയിൽ എല്ലാവരും ഞങ്ങളെല്ലാവരും ഉത്സാഹിക്കുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും നല്ലൊരു പെങ്കൊച്ചിനെ കിട്ടി നടത്തണം. അവനെപ്പറ്റി ഒരു റിമാർക്കും നമുക്ക് പറയാൻ പറ്റിയില്ല. അതുപോലെ എല്ലാവരും എന്നോടൊന്നല്ല, എല്ലാവരോടും അവൻ അതുപോലെ ആ രീതിയിൽ സഹകരിക്കുന്നു. പിന്നെ കാര്യപ്പം പറയുമ്പോൾ നമുക്ക് സങ്കടം വരിക. ഈ ചേട്ടൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പോലും ആ കുടുംബത്തോടുള്ള അഗാധമായ ബന്ധം, സ്റ്റെഫിനെയും ആ 3 സഹോദരങ്ങളെയും എത്രത്തോളം അടുത്ത് പിടിച്ചാണ് അവർ സ്നേഹിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പോലും വ്യക്തമാണ്. കാരണം ഇവരുടെ മരണം, അതായത് സ്റ്റെഫിൻ്റെ മരണം ഈ കുടുംബത്തിന് മാത്രമല്ല ഈ നാടിനു കൂടി താങ്ങാൻ കഴിയത്തില്ലാത്തൊരു സാഹചര്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് നമ്മൾ മനസ്സിലാക്കുന്നത്.